2025 സ്വാഗതം. കളിക്കൂ കളിക്കൂ ആയുസ് വർദ്ധിക്കൂ, കളിക്കൂ കളിക്കൂ ആയുസ് വർദ്ധിപ്പിക്കൂ. മാനാഞ്ചിറ സ്ക്വയറിൽ പ്രകാശം പടരുകയാണ്, സൗന്ദര്യത്തിൻ്റെ പ്രകാശം, പ്രതീക്ഷകളുടെ പ്രകാശം വിരിയുകയാണ്. സക്സഡായ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. 2025 നശ്വരമായ ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ ബ്ലാങ്ക് പേപ്പറിൽ നമ്മൾ എന്ത് എഴുതി വെക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ ബ്ലാങ്ക് പേപ്പർ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ജീവിത മൂല്യങ്ങൾ നിറഞ്ഞ ഇൻഫർമേഷൻ കൊണ്ട് നിറക്കുക. ഹാപ്പി ന്യൂ ഇയർ! കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പുതുവത്സരത്തിൽ നമുക്കായി ഒരുക്കിയ വിസ്മയം കണ്ടില്ലേ മക്കളെ? ഇനി നമ്മളെ മുമ്പിൽ ഇതാ 2025 എന്ന് പറയുന്ന ജീവിതം ഇവിടെ നമുക്ക് മുമ്പിൽ വിടരുകയാണ്. രാം അവിടെ എന്ത് വാല്യുബിൾ ആയിട്ടുള്ള പ്രകാശമയമായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ ജീവിതം ഫുൾഫിൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതുപോലെ മനോഹരമായൊരു പുതുവത്സരം പിറന്നതുപോലെ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എംപ്റ്റി ആയിട്ടുള്ള ഈ താളുകളിലേക്ക് നമ്മൾ എന്ത് എഴുതി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് വെറുതെ കുറേ ജീവിതം അങ്ങോട്ട് ജീവിച്ചിട്ട് കാര്യമല്ല. നമ്മളെ ജീവിതം മോസ്റ്റ് വാല്യുബിളാണ്, മോസ്റ്റ് പ്രിഷ്യസ് ആണ്, ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. മനസ്സിലായില്ലേ? നമുക്ക് വീണ്ടും ഒരു പുതു സമയം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കറൻസി, അതാണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ലൈറ്റുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. എന്ത് ഫിറ്റ്നസ്സാണ്. ഇതിൻ്റെ ചുറ്റുപാടിലും ആൾക്കാരിങ്ങനെ ഫിറ്റ്നസ് ആഘോഷിക്കുന്നത് കണ്ടല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ നമ്മൾ വ്യായാമം ചെയ്യുക, ഇതുപോലെ അലങ്കരിക്കുക നമ്മുടെ ജീവിതത്തിന്, അല്ലേ? അല്ലേ? കറക്റ്റ്. അതെ, ഇവരൊക്കെ റെഗുലറായിട്ട് ഇവിടെ വ്യായാമം ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരം. ഓക്കെ, ഭൂമി നമുക്ക് ഇങ്ങനെ അലങ്കരിക്കാം, നമ്മുടെ ജീവിതം അലങ്കരിക്കാൻ നമ്മൾ വ്യായാമം ചെയ്യണം. ഏറ്റവും വലിയ കലാസൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഈ സമയമാവുന്ന ക്യാൻവാസിൽ നമ്മൾ എന്തൊരു കലാസൃഷ്ടിയാണ് അവിടെ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അത്ര മനോഹരമായിട്ട് മാനാഞ്ചിറ സ്ക്വയർ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ലടാ, മാനാഞ്ചിറ സ്ക്വയർ ഭയങ്കര ഗംഭീരല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ചാടിക്കളിക്കാം അല്ലേ? പിന്നെ നമ്മള് ഫുട്ബോളല്ലേ, റീൽസ് ഉണ്ടാക്കിയാലോ? നമുക്കൊരു ഫുട്ബോളിൻ്റെ റീൽസ് ഉണ്ടാക്കാമോ? ഏതായാലും പിള്ളേരെ കൂടെ നമ്മളൊരു റീൽസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഫുട്ബോൾ കളിച്ചും. ഓ, ഇങ്ങോട്ട് ഒരു ഇതിന്ന് ക്യാമറ ഒക്കെ അടിച്ചു പൊങ്ങൂലല്ലോ. ഒരു ഇതാണ് ഈ വർഷം നമ്മൾ മൊബൈലിൽ കളിക്കുന്നതിന് പകരം എന്താ ഫുട്ബോൾ എങ്ങനെയാ തട്ടുക? കാലുകൊണ്ട് അയിമ തട്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു മാജിക് കാണിക്കുക, ഫുട്ബോൾ മാജിക്. കമോൺ, കളിക്കാൻ നമ്മൾ ഇഷ്ടം പോലെ സമയം കണ്ടെത്തുക അല്ലേ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശാരീരിക അധ്വാനം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിതം വൈരൂപ്യമാകുമ്പം ഇത് കോഴിക്കോടിൻ്റെ ചങ്ക്സാലടാ ഞങ്ങൾ, കോഴിക്കോടിൻ്റെ മുത്തുകൾ കുടുവണ്ട് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാ മാനാഞ്ചിറ സ്ക്വയർ. ഇവിടുന്നാണോ നടക്കുന്നത് ഫുട്ബോൾ? മത്സരം ഉണ്ടോ നിങ്ങൾക്ക്? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. കളിക്കൂ ആയുസ് വർദ്ധിക്കൂ. ഉറക്കെ പറ. 2026 വേൾഡ് കപ്പിൽ നീ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ബ്രസീൽ. ഭാവിയിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അതിൽ താരങ്ങളായിട്ടുണ്ടാവുന്ന താരങ്ങളാണ് ഇവരില്ലേ? നെയ്മർ, മെസ്സി. എന്റെ പേരെന്താണ്? അമിത്. മെസ്സിനേക്കാളും വലിയൊരു സ്റ്റാറാണ് അമിത്. മിർഷാദ്. ഇവരൊക്കെ വലിയ സ്റ്റാറുകളാണ്. നിന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. ഇവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ്. ഓക്കെ, മനുഷ്യന് സഞ്ചരിക്കാനുള്ള ഏറ്റവും നല്ല ലക്ഷറി വാഹനം അത് കാൽനടയാണ്. കാൽനട മോട്ടോർ സർവീസ്. ഈ മനോഹരമായ കവാടത്തിനുള്ളിലൂടെ നമ്മൾ കാൽനടയായിട്ട് അവിടെ എൻ്റർ ചെയ്യാണ്. ഈ ഭൂമിയെക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായത് മനുഷ്യൻ്റെ ഹ്യൂമൻ പെർസെപ്ഷനാണ്. ഏറ്റവും വാല്യുബിളാണ് ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ ഒരു പെർസെപ്ഷൻ്റെ ചെറിയ ഇതിൽ ഒതുക്കാൻ മനുഷ്യന് സാധ്യമാവുന്നുള്ളതാണ്. ഈ പ്രകാശമയമായ ഭൂമി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കുടക്കീഴിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മനുഷ്യൻ്റെ ശ്വാസം പ്രണയമാണ്. നമ്മളോട് തന്നെ സ്നേഹിക്കുക. നമ്മളെ ഫസ്റ്റ് ലവ് ബിഗിൻസ് വിത്തിൻ. നമ്മോട് തന്നെ സ്നേഹിക്കുക. നമ്മളോടുള്ള ഒരു ഇഷ്ടം പൂർണ്ണമാകുമ്പോൾ നമുക്ക് ലോകത്തെ മുഴുവനും ഇഷ്ടപ്പെടാൻ പറ്റും. സെൽഫ് ലവ്, അതാണ് നമ്മുടെ
ലവിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. 99% ലവ് ഈസ് സെൽഫ് ലവ്. ഈ പ്രണയത്തിൻ്റെ മണിത്തട്ടിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. ഈ ഒരു ആൽമഴ ചുവട്ടിൽ എന്നും ഇരിക്കുക എന്നുള്ള സുഖമാണ്. പക്ഷെ ഇതൊന്നുകൂടി അലങ്കരിച്ചപ്പം ആ സൗന്ദര്യം ഒന്നുകൂടിയും അങ്ങോട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓരോ പുതുവത്സരവും നമുക്ക് ഫ്രഷ് അലങ്കാരങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതത്തെ നിറക്കാനുള്ളതാണ്. നമ്മളെന്ത് ചെയ്യുക, പുതിയ അലങ്കാരങ്ങളും തോരണങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി പോഷാക്കിയെടുക്കുക. പണ്ടത്തെ നമ്മൾ അലങ്കാര തീരങ്ങളൊക്കെ ഒന്നുകൂടിയും ധന്യമാക്കുക. അറിവുള്ള മേഖലകളിലൊക്കെ ഒന്നുകൂടിയും അറിവ് നവീകരിച്ച് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. ഒക്കെ എല്ലാം പല തവണകളായിട്ട് സഞ്ചരിച്ച വഴികളാണെങ്കിലും ഇവിടെ പുതിയ പുതിയ അലങ്കാരങ്ങൾ നിറഞ്ഞപ്പം ഈ വഴികളുടെ സൗന്ദര്യത്തിന് മാറ്റം കൂടി. ഇതാണ് നമ്മൾ പുതിയ പുതിയ അറിവുകൾ കൊണ്ട് നമ്മളെന്ന് ജീവിതം നവീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതാണ് എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ നമ്മളെ അറിവുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വഴിയോരത്ത് അലങ്കരിച്ച പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. ഈ മാനാഞ്ചിറ സ്ക്വയർ അലങ്കരിച്ച പോലെ നമ്മുടെ ജീവിതം ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ശീലങ്ങൾ കൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പുതിയ ഹാബിറ്റ്സ് കൊണ്ടും നമ്മൾ ഫില്ല് ചെയ്യുക, ധന്യമാക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, ജീവിതം ഇതുപോലെ മനോഹരാക്കി മാറ്റാം. ഹാപ്പി, ഹെൽത്തി ആൻഡ് പ്രോസ്പെറസ് 2025. 2025 നമുക്ക് നടക്കാനുള്ളതാണ്, ഓടാനുള്ളതാണ്, ചാടാനുള്ളതാണ്. ഓക്കെ, ഹാവ് എ ഹെൽത്തി ആൻഡ് പ്രോസ്പെറസ് ആൻഡ് ഫിറ്റ് ന്യൂ ഇയർ. ഹാപ്പി 2025.